എറണാകുളം മലയാറ്റൂരിലെ 19-കാരിയുടെ കൊലപാതകത്തിൽ ആൺസുഹൃത്ത് അലൻ പോലീസ് കസ്റ്റഡിയിൽ. അലൻ കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് പറയുന്നു. ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. രാവിലെ 10 മണിയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. വിവരങ്ങൾ മിഥുനയ്യപ്പൻ നൽകും. മിഥുൻ, ഇപ്പോൾ ഒരു ദാരുണമായൊരു കൊലപാതകത്തിന്റെ വാർത്തയാണ് വരുന്നത്. ചിത്രപ്രിയ 19 വയസ്സിൽ മാത്രമുള്ള ഒരു പെൺകുട്ടിയെ ദാരുണമായി കൊലപ്പെടുത്തി, അതിക്രൂരമായി ഒരു ആൺസുഹൃത്ത് കൊലപ്പെടുത്തി എന്നൊരു വാർത്ത നൽകുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന നിർണായകമായ വിവരങ്ങൾ. അമൽ, കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ചത് മുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരു കൊലപാതകമാണ് എന്ന് സംബന്ധിച്ചുള്ള സംശയം ഉയർന്നിരുന്നു. അതിനുശേഷം വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിലാണ് ഇത് കൊലപാതകത്തിലേക്ക് എന്നുള്ള ശക്തമായിട്ടുള്ള സൂചനകൾ ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുന്നവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിലായി പെൺകുട്ടിയുടെ ഫോണിലേക്ക് എത്തിയ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. അതിൽ പെൺകുട്ടിയുടെ ചില സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം നീണ്ടു. ഇതിനിടെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ സംശയം തോന്നിയിരുന്ന അലനെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. എന്നിട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കാരണം തങ്ങൾ അവരെ കണ്ട് ഈ ചിത്രപ്രിയയെ ഈ സംഭവ ദിവസം കണ്ടിരുന്നുവെന്നും പിന്നീട് വീട്ടിലേക്ക് തിരിച്ചയച്ചു എന്നും അതിനുശേഷം മടങ്ങിപ്പോയി എന്നതാണ് നൽകിയിരുന്ന മൊഴി. ഒപ്പം തന്നെ മറ്റൊരു സുഹൃത്തുവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആണ് ഇത് സംബന്ധിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. CCTV ദൃശ്യങ്ങളിൽ ഏറെ സമയം അലനുമായി ഈ പെൺകുട്ടി അന്നത്തെ ദിവസം ചെലവഴിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. അലൻ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായാണ് തലയ്ക്ക് പുറകിൽ വലിയ ഒരു ആഴത്തിലുള്ള ഒരു പരിക്കേറ്റതായി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. CCTV ദൃശ്യങ്ങൾ നടത്തിയ പരിശോധനയിലൂടെ നടത്തിയ കണ്ടെത്തലുകളും ചോദ്യം ചെയ്യലിന് ഉപയോഗിച്ചു. ആ ഘട്ടത്തിലാണ് ഈ അലൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. അലൻ ഈ ഒരു സംശയത്തിൻ്റെ പേര് ഈ പെൺകുട്ടിയുമായി അലന് ബന്ധമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് മറ്റൊരു ഫോണിലേക്ക് എത്തിയിരുന്ന മറ്റൊരു ഫോൺ വിളികൾ സംബന്ധിച്ച് സംശയം വഴക്കിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ അലൻ ഈ ഒരു ഘട്ടത്തിൽ മദ്യലഹരിയിൽ കൂടിയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നീങ്ങിയത്. തലയ്ക്ക് പുറകിൽ കല്ലുപയോഗിച്ച് വാക്കുതർക്കം മൂത്തതോടുകൂടി തലയ്ക്ക് പുറകിൽ കല്ലുപയോഗിച്ച് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ മൃതദേഹം ഒഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ച് കടന്നു കളയാനാണ് ശ്രമിച്ചത്. പക്ഷേ ദുർഗന്ധം ഉയർന്നതിനെ തുടർന്ന് ഏതാണ്ട് 2 ദിവസത്തിന് ശേഷം മൃതദേഹം കണ്ടെത്തുകയാണ് ചെയ്തത്. അലൻ ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ കസ്റ്റഡി എടുത്തിരുന്നു. നീണ്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരുന്നു. ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അലൻ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. അലനൊപ്പം തന്നെ മറ്റ് 2 സുഹൃത്തുക്കൾ കൂടി ഈ പെൺകുട്ടിയെ കാണാനായി എത്തിയിരുന്നു. പക്ഷേ അവർ ഇടയ്ക്ക് വെച്ച് മടങ്ങി പോവുകയാണ് ചെയ്തത്. അവർക്കിപ്പോൾ ഈ സംഭവത്തിൽ ബന്ധമില്ല എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കരുതുന്നത്. അലന് മാത്രമാണ് കൊലപാതകത്തിൽ ബന്ധമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് കരുതുന്നത്. ഏതായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂർ ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ പെരുമ്പാവൂർ ACP ഇപ്പോൾ ഇവിടേക്ക് ഈ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാലടി പോലീസ് സ്റ്റേഷനിലാണ്. ഇപ്പോൾ പ്രതിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മെഡിക്കൽ അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങി തെളിവെടുപ്പും അടക്കം പൂർത്തിയാക്കി ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പ്രണയപ്പകയിൽ നടന്ന നിരവധി ക്രൂര കൃത്യങ്ങളുടെ ഒരു വിവരങ്ങൾ അടുത്തിടെ കേരളം കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും, യഥാർത്ഥത്തിൽ പ്രണയപ്പക എന്നൊരു വാക്ക് തന്നെ തെറ്റാണ്. പ്രണയവും പകയും ഒരുമിച്ച് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാനാവില്ല. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുമായി ഈ അലന് ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിലൊരു സൗഹൃദത്തിലായിരുന്നു, പ്രണയത്തിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഒപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് ഫോണിലേക്ക് വന്നിരുന്ന മറ്റ് ചില കോളുകൾ സംബന്ധിച്ച് ചില സംശയമാണ് അലനെ ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത്. ഇത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ ഇവർ നിലനിന്നിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നേരിട്ട് കണ്ടപ്പോൾ അതൊരു സംസാരത്തിലേക്ക് നീങ്ങിയത്. ആ സംസാരം പിന്നീട് ഇടയ്ക്ക് മദ്യപിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ സംസാരം അതിരുവിടുകയും ഒരു തർക്കത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ആ തർക്കത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ ചില സംശയങ്ങൾ ഉരുത്തിരിയുകയും അതിൻ്റെ തുടർന്നുണ്ടായ
വാക്കേറ്റവും തർക്കവുമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, ഈ പെൺകുട്ടിയുടെ ഫോൺ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ഇവർ തമ്മിലുണ്ടാകുന്ന മറ്റെന്തെങ്കിലും വിഷയം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 10 മണിയോടുകൂടി മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളുണ്ടോ എന്നടക്കം കാര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അമൽ.